ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. എടാ, നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഏറ്റവും പുതിയ സിലബസ് പുറത്തു വന്നിട്ടുണ്ട്. എന്താ പ്രത്യേകത എന്നോ? സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവും, 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പൊ വന്ന ഏറ്റവും പുതിയ സിലബസ് പ്രകാരം എന്താണ്? സ്പെഷ്യൽ ടോപ്പിക് ഇല്ല എന്നതാണ്. അതായത് നമ്മുടെ LD-യുടെ സിലബസ് എങ്ങനെയാണോ സെയിം സിലബസ്, LD-യുടെ സിലബസ്, LD-ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഈസി ആയി എന്താണ് ഈ ഒരു പരീക്ഷ കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സിലബസ് വന്നിരിക്കുന്നത്. സിലബസ് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. എടാ, കാറ്റഗറി നമ്പർ 527/2024, 527/2024. ഇത് പ്രകാരം 100 മാർക്കിന്റെ സിലബസ് നമുക്ക് നോക്കാം. ചരിത്രം, ഹിസ്റ്ററി എത്രയാണ്? 5 മാർക്കാണ്. 5 മാർക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുപോലെ ഭൂമിശാസ്ത്രവും 5 മാർക്ക്, ധനതത്വശാസ്ത്രവും 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടനയും കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്. അതായത് ഹിസ്റ്ററി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, നമ്മുടെ ജിയോഗ്രഫി ആയിക്കോട്ടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും ആയിക്കോട്ടെ, ഈ ഒരു 5 ഏരിയക്കും എത്രയാണ്? 5 മാർക്കാണ്. 5 മാർക്ക് വെച്ച് തന്നെ ഇതിനുണ്ട്. അതുപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6, ഭൗതിക ശാസ്ത്രം 3, രസതന്ത്രം 3. പിന്നെ കലാ, കായികം, സാഹിത്യ, സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. ഇത്രയാണ് പൊതുവായിട്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള. പിന്നെ വരുന്നത് ആനുകാലികം 20 മാർക്ക് തന്നെ, ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും 10 മാർക്കാണ്, ജനറൽ ഇംഗ്ലീഷ് 10, മലയാളം 10. എടാ, നമ്മൾ നോക്കിയ MEM, അതായത് MEM എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എത്രയാണ്? 30 മാർക്കാണ്. പിന്നെ അവിടെ കറന്റ് അഫയേഴ്സ് CA കൂടി 20 മാർക്കിന്റെ CA കൂടി ചേരുമ്പോൾ 50 മാർക്ക്. അതായത് 50 മാർക്കിന്റെ മറ്റ് GK വിഷയങ്ങളും 50 മാർക്കിന്റെ കറന്റ് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള MEM, കറന്റ് അഫയേഴ്സ് കൂട്ടിച്ചേർത്ത് നമുക്ക് 20 മാർക്കിന്റെ കൂടി 50 മാർക്ക്. അങ്ങനെയാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ചരിത്രത്തിന് 5 മാർക്ക്. എങ്ങനെയാണോ കേരളം, ഇന്ത്യ, അതുപോലെ തന്നെ ലോകം എന്ന രീതിയിൽ തന്നെ കേരളം നമുക്കറിയാം, യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, തിരുവിതാംകൂർ, അതുപോലെ തന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ചരിത്ര സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. പിന്നെ ഇന്ത്യയിലേക്ക് വന്നാൽ രാഷ്ട്രീയ ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, INC, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ലോകത്തിലേക്ക് വന്നാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, കൂടാതെ 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രവും ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സംഘടനകളും. ഇത്രയും പഠിച്ചാൽ എത്രയാടാ? 5 മാർക്ക് നമുക്ക് ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടും. ഇനി ഭൂമിശാസ്ത്രം വന്ന അങ്ങനെ തന്നെ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, പിന്നെ അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോളതാപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, പിന്നെ ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇന്ത്യയിലേക്ക് വന്നാൽ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ. കറണ്ട് അഫയേഴ്സിൽ കൂടെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉത്തര പർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമഗതാഗതം പഠിക്കുക. കേരളത്തിലേക്ക് വരുമ്പോൾ ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികള്, കാലാവസ്ഥ, പിന്നെ സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. ഇത്രയാണ് ഇവിടെ 5 മാർക്ക് ജോഗ്രഫി. നമ്മുടെ എക്കണോമിക്സിലേക്ക് വന്നാൽ എക്കണോമിക്സും 5 മാർക്കാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗമാണ്, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, പിന്നെ എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടടാ, പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, പിന്നെ ഹരിത വിപ്ലവം. ഇത്രയും പഠിച്ച 5 മാർക്കാണ്. സിലബസ് വെച്ച് മുൻവർഷ ചോദ്യ പേപ്പർ വെച്ച് അത് പഠിച്ചു പോവുക. ഭരണഘടനയിലേക്ക് വന്നാൽ അവിടെയും 5 മാർക്ക് ഉണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതി തുടങ്ങി ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റ് ഘടകങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പ്രധാനമായി 42, 44, 52, 73, 74, 86, 91. പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 5 മാർക്ക് അവിടെ ഉറപ്പിച്ചേക്കാം.
പിന്നെ കേരളവും ഭരണ സംവിധാനങ്ങളുമാണ് 5 മാർക്കാണ്. സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, കമ്മീഷനുകൾ, സാമ്പത്തിക സാമൂഹിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തടം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം 5 മാർക്ക്. പിന്നെ നമ്മൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കാണ്. ഏറ്റവും ബേസ് ആയിട്ട് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും 6 മാർക്ക് ഉറപ്പിക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലായിട്ട് കവർ ചെയ്ത് പോവുക. ഫിസിക്സിന് 3 മാർക്കാണ്. ഭൗതികശാസ്ത്രം എന്താണ്, ദ്രവ്യം, യൂണിറ്റും അളവുകളും, ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ISROവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രകാശം, ലെൻസ്, മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ശബ്ദവും ആവർത്തന പ്രതിപദനം, അനുരണനം അടക്കമുള്ള കാര്യങ്ങൾ, പിന്നെ ബലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ടത്, താപം, പ്രവൃത്തി, ഊർജം, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഭൗതികശാസ്ത്രത്തിൽ. രസതന്ത്രത്തിന് 3 മാർക്കാണ്. ആറ്റം, തന്മാത്ര, അക്വാറീച്ചിയ തുടങ്ങിയവ, പിന്നെ മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ തുടങ്ങിയവ. ലോഹങ്ങളിലേക്ക് വരുമ്പോൾ അലോഹങ്ങൾ, ലോകസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡ് 3 മാർക്കാണ്. കലാ, കായിക, സാഹിത്യ, സംസ്കാരം 5 മാർക്ക്. കല കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കുക. പ്രധാന ദൃശ്യശ്രവ്യ കലകൾ, ഉത്ഭവം എന്നിവ, വ്യാപനം, പരിശീലനം കൊണ്ട് പ്രശസ്തമായ സ്ഥലം, സ്ഥാപനം, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ പ്രത്യേകം പഠിച്ചു പോവുക. കായിക രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കായിക രംഗത്ത് പ്രത്യേകിച്ച് കേരളത്തിലെയും ഇന്ത്യയിലും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, നേട്ടങ്ങൾ, ബഹുമതികൾ. പിന്നെ പ്രധാന അവാർഡുകൾ, കായിക ഏത് അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിന്. പിന്നെ പ്രധാന ട്രോഫികൾ, മത്സരങ്ങൾ, കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളിയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. പിന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ, കോമൺവെൽത്ത്, സാഫ്, അതിന്റെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കളൊക്കെ അവിടെ നോക്കി പോവുക. ദേശീയ ഗെയിംസും വളരെ ഇമ്പോർട്ടന്റ് ആയി നോക്കുക. ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ നോക്കുക. ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും. സാഹിത്യത്തിലേക്ക് വന്നാൽ ആദ്യ കൃതികൾ, കർത്താക്കൾ, പിന്നെ എഴുത്തുകാർ, തൂലിക നാമങ്ങൾ, പ്രധാന കൃതികളും അവയുടെ കർത്താക്കളും, കഥാപാത്രങ്ങളും കൃതികളും, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ. അങ്ങനെ പ്രധാന അവാർഡുകൾ, പ്രധാന അവാർഡുകൾ, എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ കൃത്യമായി പഠിച്ചു പോകണം. മലയാള സിനിമയുടെ ഉത്ഭവവും വളർച്ചയും നാഴികക്കല്ലുകളൊക്കെ പഠിക്കുക. പിന്നെ സംസ്കാരത്തിലേക്ക് പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ സ്ഥലങ്ങൾ, ഉത്സവങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനകൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. പിന്നെ അടിസ്ഥാനപരമായിട്ട് എന്താണ്, കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമാണ്. അതിൽ ഹാർഡ്വെയർ ആണ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി വളരെ പ്രധാനമായും. പിന്നെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഓപ്പറേറ്റിംഗ്, ക്ലാസിഫിക് സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. പിന്നെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, വേർഡ്, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ്, പ്രസന്റേഷൻ, ഇമേജ് എഡിറ്റർ അടക്കമുള്ള ബേസിക് കാര്യങ്ങൾ. പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ലാന്, വാന്, മാൻ അടക്കമുള്ള കാര്യങ്ങൾ, നെറ്റ്വർക്ക് ഡിവൈസസ് നോക്കി പോവുക. ഇന്റർനെറ്റിൽ WWW, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ്, സോഷ്യൽ മീഡിയ, അതിന്റെ ഉദാഹരണങ്ങൾ, വെബ് ഡിസൈനിങ്, ഗവേണൻസ് നോക്കുക. സൈബർ ക്രൈമിലെ ടൈപ്സ് ഓഫ് ക്രൈംസും, IT ആക്ട് ആൻഡ് അതർ ലോസും അവയർനെസ് ലെവലിൽ പഠിച്ചു പോവുക. പിന്നെ 5 മാർക്കിന്റെ സുപ്രധാന നിയമങ്ങളാണ്. വിവരാവകാശ നിയമം, അതിന്റെ വിശദാംശങ്ങൾ, നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അടുത്തത് നമ്മുടെ SC/ST പിന്നെ കമ്മീഷൻ ഉണ്ട്, അതിന്റെ ആക്ട് ഉണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉൾപ്പെടെ ഇവിടെ പഠിച്ച് പോകണം. പിന്നെ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിന്റെ ഏറ്റവും കുറഞ്ഞത് 2023 മുതൽ ഉള്ള കറണ്ട് അഫയേഴ്സ് നോക്കി പോകണം. പിന്നെ കണക്കാണ്. ലഘുഗണിതത്തിൽ 5 മാർക്കിന്റെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ. മാനസിക ശേഷി, അതായത് ഇത്രയാണ് 5 മാർക്കിന്റെ ഇത്. പ്രീവിയസ് ഇയർ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പോവുക. പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധന 5 മാർക്കാണ്. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, പിന്നെ ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ചോദ്യങ്ങൾ പരിശോധിക്കാനുള്ള, അതായത് ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങൾ. ഇത്രയാണ് 10 മാർക്കിന്റെ കണക്ക്. ഇംഗ്ലീഷിലേക്ക് വന്നാൽ ആദ്യത്തെ 5 മാർക്ക് ഗ്രാമർ, 5 മാർക്ക് വൊക്കാബുലറി. ഗ്രാമറിൽ നമുക്കറിയാം സെന്റൻസ്, ചേഞ്ച് ഓഫ് സെന്റൻസസ്, പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്ട് ആൻഡ് വെർബ്, ആർട്ടിക്കിൾ, പിന്നെ ഓക്സിലറി വെർബ്സ്, മോഡലും പ്രൈമറിയും, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ജെറൻഡ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, പ്രിപ്പോസിഷൻ, കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ അത് സിംഗുലർ, പ്ലൂരൽ,
ജെൻഡർ കളക്റ്റീവ് നൗൺ, പിന്നെ പ്രിഫിക്സോ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്, സിനോണിംസ്, ആന്റോണിംസ്, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ് ഓഫൻ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, കോമൺ അബ്രിവിയേഷൻസ് എന്നിവ. പിന്നെ ഇത് 10 മാർക്കിന്റെ മലയാളമാണ്. അതിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടക പദം, അതായത് വാക്യം ചേർത്തെഴുതുക. ഇത്രയുമാണ് ആകെ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ വരുന്നത്. അതായത് ഇതിൽ സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും വസ്തുതകൾ പഠിച്ചാൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ആദ്യത്തെ റാങ്കിലേക്ക് നിങ്ങൾ എത്താം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇതുവരെ നടന്ന PYQ, അതായത് ഈ സിലബസ് വെച്ച് നടന്ന എല്ലാ PYQകളും എന്താണ് ഇവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ 10th പ്രിലിംസിന്റെയും അതുപോലെ മെയിൻസിന്റെയും ക്വസ്റ്റ്യൻസ് കൂടെ ഇതിന്റെ കൂടെ പഠിച്ചു പോവുക. ആനുകാലികങ്ങൾ വിശദമായി നോക്കണം. 20 മാർക്കാണ്, 1 മാർക്ക് പോലും നഷ്ടപ്പെടുത്തരുത്. MEM-ഉം ആനുകാലികവും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോർ അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കൂടുതൽ പരിശ്രമിക്കുക. നിങ്ങൾക്ക് മാത്സ് അറിയാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ മലയാളം അറിയാത്ത, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ആളാണ്, അതിനുവേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കി SCRT വഴി നിങ്ങൾക്ക്, അല്ലെങ്കിൽ NCRT വഴി, SCRTയും NCRT ഇവിടെ നിങ്ങൾ പഠിക്കണം. SCRTയും പഠിക്കണം, NCRTയും ഇവിടെ പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇത് രണ്ടും പഠിക്കുക. ഇത് രണ്ടും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 30 മാർക്കിന് മുകളിൽ എന്താണ് അവിടെ SCRTയിലൂടെ മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. MEM-ഉം കറണ്ട് അഫയേഴ്സും കൂടി നിങ്ങൾക്ക് 50-ലൊരു 40 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ 40, 30, 70 മാർക്ക് ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ 20 മാർക്കിന്റെ വസ്തുത നിങ്ങൾ എത്രത്തോളം ഇവിടെ കൂട്ടിയെടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കിന്റെ ആ ഒരു സാധ്യത മുന്നോട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് മക്കളെ, ഇതാണ് ഏറ്റവും പുതിയ സിലബസ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ. പഠിച്ചാൽ നിങ്ങൾക്ക് ജോലിയിൽ ഉറപ്പിക്കാം. ഓക്കേടാ. അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്